ഇനി ഞാൻ വന്നിരിക്കുന്നത് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്, പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. സ്നാക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്ത പഴം വേണം ഇതിനെടുക്കാൻ. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ശർക്കരയൊന്ന് പാനിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ശർക്കര ചീകിയത് ഇട്ട് കൊടുക്കാം. ഇത് 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഈ ശർക്കര ചീകിയെടുത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉരുകി കിട്ടും. അപ്പോൾ ശർക്കരയൊക്കെ അലിഞ്ഞ് നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാറി വരണം. അപ്പോൾ ഇവിടെ നേന്ത്രപ്പഴവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറി കിട്ടണം. ഒരു മിക്സി ജാറിലേക്ക് നേന്ത്രപ്പഴം തൊലി കളഞ്ഞത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചൂടാറിയിട്ടുള്ള ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം അരിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് 4 ഏലക്ക ചേർക്കാം. ഇത് ചെറിയ ഏലക്കയാണ്. പിന്നെ 1/4 ടീസ്പൂണ് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏലക്കയുടെയും ജീരകത്തിൻ്റെയും പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. 1/4 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഈ പഴമൊക്കെ നല്ലോണം അരഞ്ഞു കിട്ടണേ. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പശുവിൻ പാലാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കി എടുക്കാനുള്ള പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഈ ജീരകത്തിൻ്റെ ഏലക്കയുടെയൊക്കെ അരയാതെ കിടപ്പുണ്ടെങ്കിൽ അത് ഇതിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം അരിച്ചൊഴിക്കുക. ഇനി ഇത് നമുക്ക് കുറുക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കിയെടുക്കുക. അതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ, അതല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് നല്ലോണം കുറുകി വരുന്നതിന് ശേഷം നിങ്ങളിത് ഫ്ലെയിം കുറച്ച് വയ്ക്കണം, ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റ് ഞാൻ നെയ്യൊക്കെ തടവി നല്ലോണം നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു നെയ്യ് തടവിയ സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ലെവലാക്കി എടുക്കാവേ. കുറച്ച് വലിയ പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കനം കുറച്ചിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് നല്ലോണം ഒന്ന് തണുത്ത് വരണം. അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചോ സ്പാച്ചിലോ വെച്ചോ ഇതിൻ്റെ സൈഡ് ഒന്ന് അരികൊന്ന് വിടിയിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നോക്ക്, നല്ല സോഫ്റ്റാണിത്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പം വായിലിട്ടാൽ ഇത് അലിഞ്ഞു പോകും, അത്ര സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.